നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. യെസ്, അങ്ങനെ നമ്മൾ വീണ്ടും ഒരു നീണ്ട ഇടവേളയല്ല കേട്ടോ, വളരെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ രേണു സുധിയുടെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ രേണു സുധിയുടെ വീഡിയോ ഒരു സർക്കാസ്റ്റിക് രൂപേണയാണ് ചെയ്തിരിക്കുന്നത്, ഒരു തമാശ രൂപത്തിൽ. അപ്പോൾ അത് കണ്ട സമയത്ത് ഒരുപാട് പേര് പറഞ്ഞു ഈ ഒരു രീതിയിൽ അവതരിപ്പിക്കാൻ. നമുക്ക് എല്ലാ സമയത്തും അവതരിപ്പിക്കാൻ അങ്ങനെ പറ്റില്ല, എല്ലാ സമയത്തും സീരിയസ് ആവാൻ പറ്റില്ല. പക്ഷേ ഇന്ന് ഈ ഒരു വീഡിയോ 3 ഭാഗങ്ങളായിട്ടാണ് ഞാൻ കണ്ടം തുണ്ടം വെട്ടിമുറിച്ചിരിക്കുന്നത്. ഒന്ന്, രേണു സുധീൻ്റെ ഏറ്റവും പുതിയ റീലുകൾ നമ്മൾ ആഘോഷമാക്കിയെടുത്ത് നെഞ്ചിലേറ്റി അതിനുള്ള ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നു. അപ്പോൾ അതൊരു കോമഡി രൂപത്തിൽ. രണ്ടാമത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം, അതായത് മഞ്ജു പത്രോസിൻ്റെ ഒരു പ്രതികരണം. ഇത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷെ ഞാൻ പറഞ്ഞറിഞ്ഞിട്ടില്ലല്ലോ. അപ്പം നമ്മൾ പറയുമ്പോൾ എന്തെങ്കിലും ചെറിയ എക്സ്ട്രാ കാര്യങ്ങളുണ്ടാവും. മൂന്നാമത്തത്, മിസ്റ്റർ ദാസേട്ടൻ കോഴിക്കോട് അല്ലെങ്കിൽ കോഴിക്കോട് ദാസേട്ടൻ. കോഴിക്കോട് ദാസേട്ടൻ അല്ലെങ്കിൽ ദാസേട്ടൻ കോഴിക്കോടിൻ്റെ കുടുംബത്തിൽ വിള്ളൽ വീണിരിക്കുന്നു. വിള്ളൽ ആര് വീഴ്ത്തി എന്നാണ് സോഷ്യൽ മീഡിയ അന്വേഷിച്ചിട്ടൊന്നുമില്ല. ഏകദേശം അതിൻ്റെ ഒരു സെറ്റപ്പ് മൂപ്പർ പറഞ്ഞ പ്രകാരം മൂപ്പര വീട്ടിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടിയിരുന്ന കലാസമാഹാരം കള്ളും കുപ്പിയും കുഞ്ഞിപ്പെണ്ണും അല്ല, കുഞ്ഞിപ്പെണ്ണല്ല, എന്താണ് കള്ളിപ്പെണ്ണും കള്ളും കുപ്പിയും. എന്താ ടാറ്റു ടമാർ പഠാർ എന്നൊക്കെ പറഞ്ഞ പേര്, കള്ളിപ്പെണ്ണും കള്ളും കുപ്പിയും. കള്ളും കുപ്പിക്ക് അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല, കള്ളിപ്പെണ്ണിനാണ് ഇമ്പോർട്ടൻസ്. ആരാണ് ആ കള്ളിപ്പെണ്ണ്? അതിനല്ലേ പേര്. ഇനി തെറ്റിനെങ്കിൽ ക്ഷമിക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ 1.5 മാർക്കിലിരുന്ന് കുറച്ചുള്ളൂ. കള്ളിപ്പെണ്ണ് രേണു സുധിയാണ്. രേണു സുധി കള്ളിപ്പെണ്ണ് ഒരു രക്ഷയില്ല. എന്തായാലും കള്ളിപ്പെണ്ണും അല്ല കള്ളിപ്പെണ്ണും കള്ളും കുപ്പിയും എന്ന് പറഞ്ഞിട്ടുള്ള ഈ എന്താ പറയുക, മ്യൂസിക്കൽ മാജിക് പ്രതീഷ്, പിന്നെ ഏതോ ഒരുത്തൻ അക്ഷയ്, ദാസേട്ടൻ കോഴിക്കോട്, ഇവർ 3 പേരും തലയിൽ വെച്ചാൽ പേനരിക്കും, നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും എന്ന് കണ്ട് രേണു സുധിയെ എവിടെയും വെക്കാതെ മാറി മാറി എടുത്ത് വിലസി. ആ ഒരു രംഗങ്ങളൊക്കെ മീഡിയയിലൂടെ പുറത്തു വന്നപ്പോൾ അങ്ങകലെ ദൂരെ ദാസേട്ടൻ്റെ വീട്ടിൽ പൊട്ടിത്തെറിയായിരുന്നു. കുടുംബം കലങ്ങിയ അവസ്ഥ. ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്, എന്നാലും സാരില്ല. ഈ ഒരു രീതിയിൽ ഇത് അവതരിപ്പിക്കാനേ പറ്റുള്ളൂ, കാരണം അത് വലിയൊരു വിഷയമൊന്നുമല്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇത് വലിയ സംഭവമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വേറൊരു യൂണിവേഴ്സാണ്. രേണു സുധിയുടെയും അപ്പുറത്ത് ഫസ്മിനേൻ്റെ ടീമിൻ്റെ ഒക്കെ നടക്കണ്ടല്ലോ. രേണുവിൻ്റെ യൂണിവേഴ്സ് പറഞ്ഞാൽ വേറെ ഒരു യൂണിവേഴ്സാണ്. ഓൾറെഡി ഇതിൽ ഫുള്ളായിട്ടുണ്ട്, ആൾക്കാരെ പുതുതായിട്ട് എടുക്കണില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം, നിർബന്ധിക്കണില്ല കേട്ടോ. താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ കയറിയ കുറച്ച് സീറ്റും കൂടി ബാക്കിയുണ്ട്. ഫുള്ളായാൽ പിന്നെ ആരെയും എടുപ്പിക്കില്ല. കയറാൻ താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ ഞെക്കുക, ലൈക്ക് ബട്ടൺ ഞെക്കുക, ചാടി ഓടി കയറി വരിക, എല്ലാവരും അടിച്ച് കയറി പോരുക. അപ്പോൾ ആ ഒരു യൂണിവേഴ്സ് നിങ്ങൾക്ക് ചിലപ്പോൾ തമാശ ചില ആൾക്കാർക്കൊക്കെ ഈ വീഡിയോ കാണുമ്പോഴേ, ഈ രേണുസുധയുടെ വീഡിയോ കാണുമ്പോൾ ആൾക്കാർ ചോദിക്കും ഇത് അത്ര വലിയ സംഭവമാണ് ചോദിക്കും. ആണ്. നിങ്ങൾക്കൊരു പക്ഷേ ചിലപ്പോൾ ഇത് സംഭവമായിരിക്കില്ല. നിങ്ങൾക്ക് ഇറാൻ അമേരിക്കൻ യുദ്ധമായിരിക്കും ഏറ്റവും വലുത്. പക്ഷെ ഞങ്ങൾക്ക് ചില ആൾക്കാർക്ക് രേണു സുധി എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എങ്ങനെയാണോ ഇറാൻ, എങ്ങനെയാണോ അമേരിക്ക, എങ്ങനെയാണ് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ്, അതായത് ഹോർമൂസ് കടലിടുക്ക് പോലെയാണ് രേണു സുധി. സോഷ്യൽ മീഡിയ നിമിഷ നേരം കൊണ്ട് നിന്ന് കത്തിക്കാൻ കെൽപ്പുള്ളൊരു വ്യക്തി ഇന്നുണ്ടെങ്കിൽ, ഞാൻ പറയുമ്പോൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ കമ്പയർ ചെയ്തോട്ട് എന്നെ തെറി പറയരുത് കേട്ടോ. ഡോക്ടർ റോബിൻ ഇത് ഈ വീഡിയോ കാണുകയാണെങ്കിൽ ക്ഷമിക്കുക, ഞാൻ അങ്ങനെ പറയല്ല, എന്നാലും ഞാൻ പറയുക വേറെ സെൻസിലാണ്. സോഷ്യൽ മീഡിയ ഇങ്ങനെ കത്തിക്കാൻ കഴിവുള്ളൊരു താരം. ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ഇന്ത്യൻ ആർമിയിൽ അങ്ങകലെ സിയാച്ചിൻ മേഖലകൾ വരെ കീഴടക്കി മഞ്ഞുമലകളെ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് ഏകദേശം 150 പാകിസ്ഥാനി ഭടന്മാരെ ചുക്കു നിന്ന് ചുട്ട് തള്ളിക്കൊന്ന് കാച്ചിയായിട്ടുള്ള ഒരു എന്താ പറയുക, സീനിയർ ഡൽഹി ബേസ്ഡ് ആർമി ഓഫീസറുമായി രേണു സുധിയുടെ അഫെയർ നടക്കുന്നു എന്നുള്ള വിവരങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ പറയുന്നതല്ല കേട്ടോ, ഇതൊക്കെ മാഡം സ്വയം പറഞ്ഞിട്ടുള്ളതാണ്. ഒരു വിഷയം ഇത്. രണ്ടാമത്തത് മഞ്ജു പത്രോസിൻ്റെ വിഷയമാണ്. മഞ്ജു പത്രോസിൻ്റെ കാര്യം നമുക്ക് പറയാം. മൂന്നാമത് ദാസേട്ടൻ കോഴിക്കോട്, അയാൾ തന്നെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പെന്നും പേപ്പറൊക്കെ എടുക്കാൻ മറന്നു. ഇങ്ങനത്തെ വിഷയമൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ വളരെ 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 ഏകാഗ്രതയോടുകൂടി നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടത്.
അപ്പോൾ നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പിന്നെ അച്ചീവ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ ഇങ്ങനത്തെ ടോപ്പിക്കുകളൊക്കെ കേൾക്കണം. പ്രത്യേകിച്ച് രേണുസുതി അത് ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് പ്രഖ്യാപിക്കാൻ അമേരിക്കൻ സർക്കാർ ഒരുങ്ങുന്നുണ്ടെന്നൊരു സംഗതി കേൾക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു പ്രത്യേക പോട്ടെ. എന്തായാലും ആദ്യം രേണുവിൻ്റെ കുറച്ച് പിന്നെ റീൽസ് നമ്മൾ റിയാക്ട് ചെയ്യും. അതിനുശേഷം മഞ്ജു പത്രോസ് പറഞ്ഞ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ, വാ കള്ളിപ്പെണ്ണേ വരൂ. കള്ളും കുപ്പി ഇല്ലാത്തൊരു കള്ളിപ്പെണ്ണിൻ്റെ റിയാക്ഷൻ. ആരൊക്കെ എന്തൊക്കെ ചോദിക്കുന്നുണ്ട്. ഓൺലൈൻ മീഡിയക്കാർക്ക് എവിടെ ഹെഡ്സെറ്റ് ഓൺലൈൻ മീഡിയക്കാർക്ക് യാതൊരു ഇതുമില്ല. അവർക്ക് വേണ്ടത് കോണ്ടൻ്റാണ്. അത് നമുക്ക് ഡെലിവറി ചെയ്യാൻ കഴിവുണ്ടെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ മോശമായ രീതിയിൽ അതിനുള്ള പ്രാപ്തി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ഉപയോഗിക്കുന്നത് അത്ര ശരിയല്ല. അറ്റ്ലീസ്റ്റ് ഇത് 4 ആൾ കാണും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇത് കിടക്കും. ഫോർ റോങ് റീസൺസ് യു വിൽ ബി ദി സെൻറ്റർ ഓഫ് ഡിസ്കഷൻ എന്നുള്ളൊരു സംഗതി പലരും മനസ്സിലാക്കുന്നത്. പലരല്ല, ഇവിടെ രേണുസുധിയുടെ കേസാണ് പറയുന്നത്. അതിനെക്കുറിച്ചാണ് മഞ്ജു പത്രോസും പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ രേണുവിൻ്റെ റീൽ നോക്കാം. ഞാനിപ്പം സത്യം പറഞ്ഞ ആ ഒരു മാനസികാവസ്ഥയിലല്ല. സത്യമായിട്ട് ഒരു കൂട്ട് വേണമെന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങി. അതില്ലെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഒറ്റയ്ക്ക് മടുത്തടേ, ഒറ്റയ്ക്ക് തുഴയാൻ വയ്യ. പക്ഷെ ഞാൻ ഉടനെ കല്യാണം കഴിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. അതെ, അതാണ് വഞ്ചിയാണ് വിഷയം. രണ്ടിലും കൂടി കാലിടണം. ഒറ്റയ്ക്ക് നിന്ന് മടുത്തു, പക്ഷെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. ഒരു പ്രത്യേകതരം അവസ്ഥയാണല്ലേ. മറ്റേ പഞ്ചാബി ഹൗസ് പറഞ്ഞാൽ ഇവൻ കുറ്റമൊന്നും ചെയ്യാത്തതുകൊണ്ട് അകത്ത് കയറ്റിടാൻ പറ്റില്ല, പക്ഷെ അവനെ പുറത്ത് തുറന്നിടാനും പറ്റില്ല. എന്നാൽ അവൻ ആ വാതിൽക്കൽ നിന്നോട്ടെ പറഞ്ഞാൽ ഒറ്റയ്ക്ക് തുഴഞ്ഞ് മടുത്തടോ. അടുത്ത സിനിമയിൽ മറ്റേ ഇയാൾ എന്താ പറയുക, രഞ്ജി പണിക്കരൊന്നും കേൾക്കണ്ട, ആ ഡയലോഗ് ഡെലിവറി മോഡൽ ഒറ്റയ്ക്ക് തുഴഞ്ഞ് മടുത്തടോ. തുഴയാനൊരാളെയും കൂടി ഞങ്ങളാക്കി തന്നിട്ട് നിങ്ങൾ വഞ്ചിയിൽ കയറിയിട്ട് തുഴഞ്ഞിട്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ പോവുമോ? സുന്ദരമായിട്ടുള്ള ഇൻ്റർനെറ്റ് ഒന്നും ഇല്ലാത്തൊരു ലോകത്തേക്ക് സമാധാനം ആഗ്രഹിക്കുന്നവർ. രണ്ടാമത്തെ ഒരു പ്രേമം നടക്കുന്നുണ്ടല്ലോ. എവിടേക്കാ തേച്ചെന്നോ ഒരു പട്ടാളക്കാരൻ വന്ന ഈ സ്ത്രീനോട് ഈ വിഷയം ചോദിക്കുള്ളൂ കേട്ടോ. ഈ വിഷയം ചോദിക്കുന്ന സമയത്ത് എന്താ പറയുക, നമ്മൾ ഈ അഡ്രിനാലിൻ റഷ് എന്നൊക്കെ പറയും വേറൊരു കോണ്ടെക്സ്റ്റിൽ. എവിടെ നിന്നൊക്കെയാണ് ഈ പുളകം കയറി വരുന്നതെന്ന് മനസ്സിലാവില്ലേ. ഇതിങ്ങോട്ട് കേൾക്കുമ്പോഴേക്ക് പ്രേമം കല്യാണം എന്ന് കേൾക്കുമ്പോഴേക്കും പുളകിതയാവും. പക്ഷേ ഒരേ സമയം നാഗവല്ലിയും മറ്റേ സ്ത്രീയിൽ വരുന്ന ശോഭനയുടെ ഗംഗയുമാവും ഒരു ഭാഗത്ത് വിധവകളെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഇതേ കസേരയിൽ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ ഒരു വീഡിയോ കണ്ടു ഞാൻ. വിധവകൾ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നുണ്ട്. കസേര ഇങ്ങോട്ട് തിരിച്ചാൽ ആളാകെ മാറി. അപ്പം പിന്നെ പ്രണയത്തിനെ പറ്റി ചോദിച്ചാൽ പിന്നെ ത്രിതംഗ പുളകിത കേൾക്കാം. നടക്കുന്നുണ്ടല്ലോ. എവിടേക്കാ തേച്ചെന്നോ ഒരു പട്ടാളക്കാരൻ വന്നെന്നൊക്കെ പറയുന്നേ. അതെ, ഡൽഹി ബേസ്ഡ് മലയാളി അല്ലേ. ഡൽഹിയിലുള്ള പട്ടാള കമാൻഡോ അവരൊക്കെ എനിക്ക് 2-3 ഫ്രണ്ട്സ് ഉണ്ട്. കമാൻഡോ, ഡൽഹി ബേസ്ഡ് കമാൻഡോ. എൻ്റെ അമ്മ വിദ്യുത് ജംബാലറ്റിയാണോ? അല്ല, അതേമാരത്തെ ഡൽഹി ബേസ്ഡ് കമാൻഡോ. ഒരു കമാൻഡോ ഓപ്പറേഷനാക്കി. അയ്യോ, ഡൽഹിയിലുള്ള പട്ടാള കമാൻഡോ അവരൊക്കെ എനിക്ക് 2-3 ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. മറ്റേ വന്ദേ ഭാരതം പറഞ്ഞതിന് ശേഷം പട്ടാളക്കാരെ സെറ്റായതോ? റിലേഷൻഷിപ്പ് ആയോ? ഇതുവരെ ആയിട്ടില്ല. ഇത് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിന്റെ ഒരു കാലമാണ്. 2, 3, 4 മാറി ഫ്രണ്ട്സ് ഉണ്ട്, പട്ടാളക്കാരുണ്ട്, ഡൽഹി ബേസ്ഡ് ഓഫീസർ തന്നെയാണ്. ഇപ്പൊ ഞാൻ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആളുണ്ട്, ഫ്രണ്ട് ഉണ്ട്. ഇതൊക്കെ എങ്ങനെ ആൾക്കാരെ അറിയുന്ന കമന്റ് ഇടുന്നെന്ന് എനിക്ക് ഇതൊക്കെ ഇവരെങ്ങനെ അറിഞ്ഞു? ഗർവാസി സാഷ ചോദിച്ചവര് ഡൽഹി ബേസ്ഡ് ബിസിനസ്മാൻ എന്നൊക്കെ. ഇത് പണ്ട് അസീൻ തോട്ടുമുക്കല്, അസീന് മറ്റേ മൈക്രോമാക്സിന്റെ മുതലാളിനെ കല്യാണം കഴിച്ച ഭാര്യയാണ്. നമ്മൾ വേറെ റേഞ്ചാണ്. ഡൽഹി ബേസ്ഡ് ബിസിനസ്മെൻ, ദുബായ് ബേസ്ഡ് ബിസിനസ്മെൻ എന്നൊക്കെ പറഞ്ഞാൽ രേണുസുധിയുടെ വരൻ ഡൽഹി ബേസ്ഡ് ഓഫീസർ കമാൻഡോ എന്നൊക്കെ പറയുമ്പോൾ മറ്റേ ജയറാമിൻ്റെ അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. ഏത് സിനിമയില്ലേ, മേജർ ബ്രിഗേഡിയർ എന്നൊക്കെ പറഞ്ഞാൽ സുരേഷ് ഗോപി വിവരിക്കണ പോലെ ഇന്ത്യൻ ആർമി കേൾക്കണ്ട. ആർമീനെയും ദേശത്തിനേക്ക് അപമാനിച്ചതിന് കോർട്ട് മാർഷൽ നേരിടേണ്ടി വരുമോ ചങ്ങായി. പക്ഷെ ഇന്നാലും ഇത്രയും ഗതികെട്ട് ദാരിദ്ര്യം പിടിച്ചിട്ടുള്ളൊരു ചങ്ങായി ആർമിയിലുള്ള കാര്യം നമ്മൾക്ക് അറിവില്ലല്ലോ അല്ലേ. കരസേന നാവികസേന എന്തിനാണ് ആവല്ലേ. അടുത്ത മാസം അടുത്ത ആഴ്ച റാസൽ ടൈമിലോട്ട് പോകും. ഞാൻ പോകുന്നത് ബാർ റെസ്റ്റോറന്റിന്റെ പ്രൊമോഷൻ തന്നെയാണ്. ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞത് ബാർ റെസ്റ്റോറന്റിന്റെ പ്രൊമോഷന് പോവാന്ന്. എത്രയോ ആർട്ടിസ്റ്റുകൾ പോകുന്നു. അരെ വാ, ഞാൻ ബാർ റെസ്റ്റോറൻറ്റിൻ്റെ പ്രൊമോഷന് പോവാണ്. അപ്പോൾ മറ്റോ ചോദിക്കുകയാണ്,
മദ്യപാനം പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ലല്ലോ, മദ്യപാനം ഒരിക്കലും ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല. പക്ഷെ ഞാൻ പോകുന്നത് ബാർ റെസ്റ്റോറൻറ്റിൻ്റെ പ്രൊമോഷൻ ഒന്നുമില്ല. പ്രൊമോട്ട് ഞാൻ ചെയ്യില്ല, പക്ഷെ പ്രൊമോഷൻ ഞാൻ ഇനി പ്രൊമോഷൻ ഉദ്ദേശിച്ചത് മറ്റേ പ്രൊമോഷനൊക്കെയാണോ എനിക്കറിയില്ല. ഒന്നും പറയില്ല, കള്ളിപ്പെണ്ണായിപ്പോയില്ലേ, അതും കള്ള് ഷാപ്പിൽ. ഇപ്പൊ ആ യുദ്ധവും കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോ റാസ ഗെയിമിലോട്ട് പോകുന്നുണ്ട്. പുതിയ റെസ്റ്റോറന്റ് ഇനോഗ്രേഷൻ അതിന്റെ പ്രൊമോഷൻ, ചെമ്പരത്തി എന്നാണ് പേര്. അപ്പം അവിടോട്ട് പോകാനുള്ള പരിപാടിയാണ്. വിസ ഓൾറെഡി ഇതായിട്ടുണ്ട്, പക്ഷെ എനിക്ക് ടിക്കറ്റും അതുപോലെ എന്താ പറയാ നമ്മുടെ ഈ ഫ്ലൈറ്റിന്റെ കാര്യമൊക്കെ അറിഞ്ഞിട്ട് വേണം. പോവാണെങ്കിൽ 16-17 തീയതി പോയില്ലെങ്കിൽ കുറച്ച് ലേറ്റ് ആവും. എന്റെ പേടിയല്ലേ, മിസൈല് പോലത്തെ വാക്കുകൾ പേടിയില്ല, ശരിക്കുള്ള മിസൈല് പേടിയാണ്. മിസൈല് പോലത്തെ വാക്കുകൾ പേടിയില്ല. ഓഫ്, അടുത്ത ഡയലോഗ് ഇതൊക്കെ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കണമല്ലോ. ഞാനേതായാലും എൻ്റെ പേജൊക്കെ ഫുള്ളാണ്. നിങ്ങൾക്ക് ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളുണ്ടോ. ഓൾറെഡി UAE അത്രയധികം പ്രശ്നത്തിലാണ്. ഞാൻ നിന്ന രാജ്യമാണ്, 10-15 വർഷം എനിക്ക് അന്നം തന്ന രാജ്യമാണ്. ഓൾറെഡി അവിടെ പ്രശ്നത്തിലാണ്. മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ പട കാണാതിരിക്കാൻ ഞാൻ പുത്തിരിക്കട്ടെ എന്നൊരു സാധനം. ഇനി ഇതിൻ്റെ സീന് മാറിയിട്ടോ, അതുപോലെ നമ്മൾ തമാശയാണ്. ഇനി തമാശ രൂപത്തിൽ നിന്ന് കാര്യമായിട്ടുള്ള കാര്യത്തേക്ക് പറയട്ടെ. കാരണം ഇത് റിലേറ്റഡ് ആയിട്ടാണ് മഞ്ജു പത്രോസിൻ്റെ വീഡിയോ വന്നിട്ടുള്ളത്. മഞ്ജു പത്രോസ് 2 മോന്തയ്ക്ക് നോക്കിയിട്ട് പൊട്ടിക്കായിരുന്നെങ്കിൽ ഇതിലേറെ ക്ഷമിക്കാമായിരുന്നു. ഇത് അടി എന്ന് പറഞ്ഞാൽ കരണത്തടിച്ച പോലെയായി. രേണുവിനോട് ചോദ്യങ്ങൾ ചോദിക്കണം. ഞാൻ ഈ ഒരു വിഷയം കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് പറയട്ടെ, നമ്മളോട് സ്ത്രീകളുടെ കേസ്, നിങ്ങളോട് ഒരു വ്യക്തി മോശമായ രീതിയിൽ സംസാരിക്കാനുള്ള ഫ്രീഡം ആ വ്യക്തിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പബ്ലിക്കിൽ എത്രത്തോളം പബ്ലിക്കിൽ അധപ്പതിച്ചിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ ഉദ്ദേശിച്ചത് ഇവരൊക്കെ ഇതേപോലത്തെ ആൾക്കാർ നിൽക്കുന്നത് ജസ്റ്റ് ഇതുപോലെ ഡബിൾ മീനിങ് ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ട് അതിന് മറുപടി കൊടുത്ത് എൻജോയ് ചെയ്യുന്ന, അതിനൊരു വളാക്കി എടുത്തിട്ട് മൈലേജ് ആക്കി സോഷ്യൽ മീഡിയയിൽ മുന്നേറാൻ നോക്കി നിൽക്കുന്ന ഒരു വ്യക്തി ഇല്ല തന്നെ പറയാം. എൻ്റെ പട കാണാതിരിക്കാൻ ഞാൻ പുത്തിരിക്കട്ടെ എന്നൊരു സാധനം. അതിനിടെ പല രീതിയിലും പലരും പല കമൻറ്റുമായിട്ട് വന്നിട്ടുണ്ട്. അത് കണ്ടായിരുന്നോ? കമന്റ് കണ്ടില്ല, അതെടുത്തിട്ട് എന്നെ റോസ്റ്റ് ചെയ്യുന്ന കണ്ടു. എന്നത് പറയുന്ന സംഭവമാണ്. നിന്റെ പട അതിന് മാത്രം വലിയ പടയാണോ ചെറുതാണ് എന്നുള്ള രീതിയിൽ. ചെറുതാണ്, നല്ലതല്ല, ചെറു. എടോ, ഞാൻ ആകെ ഇച്ചിരി ഉള്ള ഒരാളാണ്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ സാധനം ചെറുതാണ്, അത്രേ ഉള്ളൂ. അതിനെന്ത് ഞാൻ എന്ത് പറയാനതിനകത്ത്. ആട്ടണം, ആർട്ട് ഇസ് ദി ഓൺലി മെഡിസിൻ. കൊല്ലം സുധീനോടും മൂത്ത മകൻ, രണ്ടാമത്തെ പാവത്തിന് ചെറിയ കുട്ടിയാണത്, സത്യം പറയാം നമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം, നമിക്കാതെ വയ്യ സീരിയസ്ലി. ഇനി ഇതിന് മഞ്ജു പത്രോസ് ഒരു അടിപൊളി മറുപടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ജസ്റ്റ്, നിങ്ങൾക്കറിയാം ഞാൻ കഴിഞ്ഞ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കറക്റ്റ് പറഞ്ഞ സംഭവമാണത്. എങ്ങനെയും ജീവിക്കാൻ പാടില്ല, ഡിഗ്നിറ്റി കളഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കേണ്ട കേട്ടോ. നമ്മൾ നല്ല അഭിമാനത്തിൽ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കേണ്ടവരാണ് നമ്മൾ. അത് ആണായാലും പെണ്ണായാലും ഡിഗ്നിറ്റി കളഞ്ഞിട്ട് ഒരിക്കലും ജീവിക്കരുത്. നമ്മുടെ ഓപ്പോസിറ്റുള്ള ഒരാൾ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോഴേ എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഓരോ യൂട്യൂബേഴ്സ് ഓപ്പോസിറ്റുള്ള ആളോട്, സെലിബ്രിറ്റികളോട് ഇങ്ങനെ ഡബിൾ മീനിങ്ങിലൊക്കെ സംസാരിക്കും. അപ്പോൾ അത് അങ്ങനെ സംസാരിക്കാനുള്ള ധൈര്യം നമ്മൾ കൊടുക്കുന്നതാണ്. ആ ധൈര്യം നമ്മൾ ഒരിക്കലും കൊടുക്കരുത്. എന്നോട് എന്ത് അവൻ സംസാരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കണം. അതിനപ്പുറത്തേക്കുള്ള ഒരു സ്വാതന്ത്ര്യവും ഒരുത്തനും കൊടുക്കരുത്. അതാണായാലും പെണ്ണായാലും. ഞാനീ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ടോയെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം ഇങ്ങനെ കുറേ ഒരു വീഡിയോ ഞാൻ കണ്ടത്, ഇങ്ങനെ വണ്ടിയിലേക്ക് ഇങ്ങനെ ഒരു സ്ത്രീ കയറുന്നു. അപ്പോൾ ബാഗിൽ കുറേ യൂട്യൂബേഴ്സ് വന്ന് നിന്നിട്ട് എന്ത് വലിയ വണ്ടിയാ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നിന്ന് കുട്ടി ചിരിക്കുന്നതുകൊണ്ട് എനിക്കത് ഭയങ്കര വിഷമം തോന്നി. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ ആ ഒരു അവസരം നമ്മൾ ഒരുത്തനും ഉണ്ടാക്കി കൊടുക്കരുത്. എന്നോട് അത് പറയാൻ അവൻ പേടിക്കണം. അത് ഒരുത്തിനെ പോയി അടിച്ചിട്ടൊന്നുമല്ല പേടി ഉണ്ടാക്കേണ്ടത്. അത് നമ്മളുടെ പെരുമാറ്റം, നമ്മളുടെ സംസാരം ഒക്കെയാണ്. അതിൽ കുറച്ചിട്ടുള്ള സന്തോഷം മതി നമുക്കെന്ന് നമ്മൾ തീരുമാനിക്കണം. കാരണം നമുക്ക് പിറകെ നമ്മുടെ കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്, നമ്മുടെ അച്ഛനമ്മ, എല്ലാവർക്കും നമ്മളെക്കുറിച്ച് അഭിമാനിക്കണ്ടേ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. വഴി കൂടി പോണ ആരാണെങ്കിലും ഏതവനാണെങ്കിലും
എന്നോട് സംസാരിക്കുമ്പോൾ അളന്ന് സംസാരിക്കാൻ അവൻ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവരുത്. അവൻ പേടിക്കണം. അവളോടത് പറഞ്ഞാൽ ശരിയാവില്ല, അവളെങ്ങനെ പ്രതികരിക്കും എന്നറിയില്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് മുമ്പിലുള്ളവർക്ക് ഉണ്ടാവണം. അത് പ്രത്യേകിച്ച് സ്ത്രീകളോട്. മോശമായിട്ട് ഒരാൾ സംസാരിച്ചെന്ന് തോന്നിയാൽ പിന്നീട് അവനത് സംസാരിക്കാനുള്ള ഇട കൊടുക്കരുത് നിങ്ങൾ, കേട്ടോ. ഇത്ര എനിക്കൊന്ന് പറയണമെന്ന് തോന്നി. എനിക്ക് ഇപ്പം ഈ സോഷ്യൽ മീഡിയയുടെ ഭയങ്കരമായിട്ടുള്ള കടന്നുകയറ്റമല്ലേ. അപ്പോൾ എന്നിട്ട് വന്നിട്ട് ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ ഇങ്ങനെ വട കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് എൻജോയ് ചെയ്തിട്ട് മറുപടി പറയുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. അതൊരിക്കലും അനുവദിച്ചു കൊടുക്കരുത്. എന്നോട് നീ അത് സംസാരിക്കണ്ട എന്ന് തന്നെ പറയണം. അതൊക്കെ കേട്ട തൊലി ഉരിയുന്ന സ്ത്രീകളുണ്ട്. എനിക്കെന്നാ വടട കേട്ടിട്ടേ പറയാൻ തന്നെ വയ്യ. ഇതിലേറെ മാന്യമായിട്ടൊരു ആട്ട് രേണുസുധിക്ക് കിട്ടാനില്ല. അവരുടെ കൂട്ടത്തിലുള്ള ഇതുപോലെ ലൈം ലൈറ്റിൽ നിൽക്കുന്നത്, ഇതുപോലെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള വ്യക്തികൾ ഓരോരുത്തരായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ സ്ത്രീ കാരണം. സീരിയസ്ലി ഞാൻ ഇതിന് ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു. ചില വീഡിയോസ് കാണുന്ന സമയത്ത് എനിക്ക് സഹതാപം തോന്നാറുണ്ട്, തോന്നിയിരുന്നു കേട്ടോ. ഇപ്പം ഇല്ല എന്ന് പറഞ്ഞാൽ പണ്ട് ഈ സുധിയുടെ പേര് ഉപയോഗിച്ച് ആണ്ടിൻ്റെ എന്നുള്ള കാണിച്ചിട്ടുള്ള അലിൻ ജോസ് പെരേര ഡാൻസും ആ ന്യായീകരണം റിലേറ്റഡാണ് ആദ്യം തുടങ്ങിയതെങ്കിൽ ഇപ്പോൾ വീണ്ടും ഈ ഒരു വ്യക്തി ഈ കൊല്ലം സുധി എന്ന് പറഞ്ഞാൽ ലേബലുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം മുന്നിട്ട സ്റ്റോറി അവൾക്ക് കൂട്ട് വേണം, ഒറ്റയ്ക്ക് ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതായത് സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് നിലനിൽക്കാം ഏത് വിധേനയും എന്ന് മാത്രം ചിന്തിക്കുക. ഇതെന്താ പറയാൻ കാരണം അറിയോ? ഇവരുടെ ഈ പേക്കൂത്ത് കാരണം, കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസം മുന്നേ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുള്ള ഈ പേക്കൂത്തുകൾ കാരണം കുടുംബത്തിൽ ദാസേട്ടൻ കോഴിക്കോട് എന്ന ചെങ്ങൈൻ്റെ വീട്ടിൽ കുടുംബത്തിൽ പ്രശ്നമായി എന്നുള്ള ന്യൂസ് വന്നിട്ടുണ്ട്. അത് ഇയാൾ തന്നെ റൂമേഴ്സ് കുറച്ചായിട്ടുണ്ടായിരുന്നു, കഴിയുമ്പോഴേക്ക് പലരും എടുത്ത് പറഞ്ഞിട്ട്. പക്ഷെ അത് ഈ ദാസേട്ടൻ കോഴിക്കോട് തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ വന്ന് പറയുന്നുണ്ട്. ആ ഇൻ്റർവ്യൂ നമുക്കൊന്ന് പ്ലേ ചെയ്യാം. ദാസേട്ടൻ കോഴിക്കോട് അതിൽ കുറേ യൂട്യൂബർമാരെയൊക്കെ കുറ്റം പറയുന്നുണ്ട്. ഡയറക്റ്റ്ലി ദാസേട്ടൻ കോഴിക്കോട് ഈ വിഷയത്തിൽ എനിക്ക് തോന്നുന്നില്ല ഇയാൾ അത്ര ഇൻവോൾവ് ആയിരുന്നു എന്നുള്ളത്. ഇയാൾ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, കാരണം ചില ആക്ഷനും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത്, പക്ഷെ അത്ര ഉണ്ടായിരുന്നില്ല. ഈ വിഷയം ഇത്രയും വരാനുള്ള കാരണം രേണുവിൻ്റെയും മറ്റവൻ്റെയും കാട്ടിക്കൂട്ടിലായിരുന്നു. ആ താടി വെച്ച അക്ഷയ് എന്ന് പറഞ്ഞിട്ടുള്ള ലവൻ്റെയും ഇവളുടെയും രേണുസുധിയുടെയും കാണിച്ചുകൂട്ടൽ കാരണമാണ്. ആ സെറ്റിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും, അവരൊക്കെ പേഴ്സണൽ സ്വഭാവങ്ങൾ നമുക്കറിയില്ല. ഇനിയിപ്പോൾ ദാസേട്ടനൊക്കെ ചങ്ങായിയൊക്കെ പറഞ്ഞ പോലെ ഒരുപക്ഷെ ചിലപ്പോൾ ആ വീട്ടിൽ പ്രശ്നമായിട്ടുണ്ടെങ്കിൽ അത് ആ സെറ്റിനെ അങ്ങനെ ബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞു. അവർ വേറെ പരിപാടിയാണെന്നുള്ളത് ബ്രാൻഡ് ചെയ്തു, ചെയ്യാതിരിക്കില്ല. കാരണം അങ്ങനെയാണ് നമ്മൾ കാണണമല്ലോ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യത്തിനാണ് പറയുന്ന അഭിപ്രായം. എന്തായാലും ഇയാളെ ഇന്റർവ്യൂ ഈ രേണുസുധി എന്ന വ്യക്തിനെ കൊണ്ടുവന്ന ആൾ ഞാനാണ്. ചാന്ത് കുടഞ്ഞ ഞങ്ങളുടെ റീൽസ് കൂടെയാണ്, അടിപൊളി വെറൈറ്റി ടൈപ്പ് റീൽസ് കൂടെ രേണുസുധിനെ. അത് രേണുസുധി ഇപ്പോഴും ബിഗ് ബോസ് വരെ കയറാൻ ഇവരായിട്ടൊക്കെ ഈ രേണുവിനായിട്ടൊക്കെ കണക്റ്റഡ് ആയിട്ട് വരുന്ന സംഭവം കംപ്ലീറ്റ് ഈ റൊമാൻറ്റിക് എനിക്ക് പറ്റില്ല കേട്ടോ. വേറെ എന്തൊക്കെ ടോപ്പിക്സ് എടുക്കാം. എത്ര നല്ല നല്ല കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന റീല് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നല്ല നല്ല തമാശ രൂപത്തിൽ തന്നെ കാര്യങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫിലുള്ള സംഭവങ്ങളൊക്കെ അവതരിപ്പിക്കുക എത്രയോ ആൾക്കാരുണ്ട്. ഇവർക്കിത് മാത്രമേ ഉള്ളൂ, ഇവർക്ക് ഈ അവിഹിതം അങ്ങനത്തെ സംഗതികൾ മാത്രമേ ഉള്ളൂ. എന്നാൽ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ വിധവകളെ റെപ്രസെൻറ്റ് ചെയ്ത് നടക്കുന്നവരും ഏറ്റവും നല്ല സ്വഭാവമുള്ള ആൾക്കാർ സാധിക്കേണ്ട ദാസേട്ടൻ്റെ ആ റീൽസ് കൂടി അത് എപ്പോഴും രേണുസുധി പറയുന്നുണ്ട്. എവിടെയും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഇല്ലാന്ന് പറയില്ല. അങ്ങനെ ലേഡി ബിഗ് ബോസിന് ഇറങ്ങിയ ലേഡി, സോഷ്യൽ മീഡിയ വൈറലായ ലേഡി, സെലിബ്രേറ്റ് ആയ ലേഡീൻ്റെ കൂടെ എന്നെ ആൽബം ചെയ്യാൻ ഡയറക്ടർ വിളിക്കുമ്പോൾ ഞാൻ പറ്റില്ല എന്ന് പറയുമോ? ഒരിക്കലും പറയില്ല. എന്താ വെച്ചാൽ രേണുസുധി ഞങ്ങൾ നല്ല ബന്ധമാണ്, നമ്മൾ നല്ല രേണുസുധീന്റെ കൂടെ അഭിനയിച്ചത് മിസ്റ്റേക്ക് ആണെന്നോ കാര്യങ്ങളാണെന്നോ ഒന്നുമല്ല ഞാനിവിടെ പറഞ്ഞത്. പക്ഷെ ചെയ്ത ചില ഭാഗങ്ങൾ ഭയങ്കര വൾഗറായിട്ട് സോഷ്യൽ മീഡിയ തോന്നുന്നുണ്ട്. കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാസേട്ടന്റെ പല ഫാൻസ് ആയിക്കോട്ടെ, കുടുംബ പ്രേക്ഷകരാണ്, കുട്ടികളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ ഇത് പെട്ടെന്ന് കാണുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന റിയാക്ഷൻ എന്താണെന്ന് ദാസേട്ടൻ ചിന്തിച്ചിട്ടുണ്ട്. ഞാനത് മനസ്സിലാക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അഭിനയം ആണ് കാഴ്ചവെച്ചത്. ആ അഭിനയം ഇത്ര രീതിയിൽ ആളുകളെടുത്ത് പുറത്ത് വിട്ട് വിവാദം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് വെച്ച് നാളെ പറ്റുന്ന ആൽബത്തിന് അഭിനയിക്കാൻ പോയാൽ, ഷോർട്ട് ഫിലിം അഭിനയിക്കാൻ പോയാൽ ഞാനത് കൈകാര്യം ചെയ്യും. ഞാൻ ചോദിക്കും 100% നമ്മൾ. അപ്പം അതിൻ്റെ അർത്ഥം ഇയാൾ ആക്സെപ്റ്റ് ചെയ്യുന്നു രേണുവിൻ്റെ കാണിച്ചുകൂട്ടൽ, പ്രത്യേകിച്ച് രേണുസുധിയുടെ കാട്ടിക്കൂട്ടൽ ആ ഒരു ആൽബത്തിൻ്റെ ഇടയിൽ നടന്നിട്ടുള്ള സംഭവത്തിൽ ഇയാളടക്കം എതിർപ്പ് വളരെ കൃത്യമായിട്ട് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ആ കാര്യം ശ്രദ്ധിക്കാറില്ല. ഇനി ഞാൻ ശ്രദ്ധിക്കും, ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കും എന്ന് വെച്ചിട്ട് ഇത് ചെയ്ത് തെറ്റ് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത്രയും ഒരു ക്രൂസിന്റെ ഇടയിൽ അങ്ങനെ ഇന്റിമേറ്റ് ചെയ്യുന്ന സമയത്ത് സംഭവിച്ച കാര്യങ്ങൾ പല ആൾക്കാരും മൊബൈൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണല്ലോ, അവർ മീഡിയാസ് ആണോ ഒന്നും നമുക്കറിയില്ല.
പ്രൊമോഷന് വേണ്ടി, അതായത് വെളുക്കാൻ തേച്ചത് പാണ്ടായി അറിയില്ലേ, പ്രൊമോഷന് വേണ്ടി ഓൺലൈൻ മീഡിയാസിനെ വിളിച്ചിട്ട് ഓൺലൈൻ മീഡിയാസ് വെറുതെ വന്നൊന്നല്ല കേട്ടോ, വിളിച്ചിട്ട് അവർ വന്നത്. രേണു സുധീൻ്റെ ഒരു ആൽബം ആണെങ്കിൽ സ്വാഭാവികമായ രീതിയിൽ അതിനെ ബന്ധപ്പെട്ട ഡയറക്ടർ അവർ കോൺടാക്ടിങ് ഡയറക്ടറോട് വന്നോളാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് അവർ വന്നത്. അവർ നമ്മുടെ സമൂഹത്തിലെ എസൻഷ്യലായ ഘടകം തന്നെ ഓൺലൈൻ മീഡിയാസ് ഇല്ലാതല്ല. പക്ഷേ അത് ബന്ധപ്പെട്ട ആൾക്കാർ ശ്രദ്ധിക്കണമായിരുന്നു, ഞാനും ശ്രദ്ധിക്കണമായിരുന്നു, ഇല്ലാന്ന് പറയുന്നില്ല. അപ്പൊ ഇനി ഞാൻ എന്തെങ്കിലും ഒരു പരിപാടിക്ക് ആൽബത്തിനോ ഷോർട്ട് ഫിലിമിന് പോവുകയാണെങ്കിൽ 100% ഇയാളുടെ ഭാഗത്തുനിന്ന് ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷെ മെയിൻ വിഷയം ഇയാളായിരുന്നില്ല. മെയിൻ വിഷയം രേണു സുധിയും മറ്റേ ചെക്കനും തമ്മിലുള്ള കാണിച്ചുകൂട്ടലും ഡയലോഗുകളും ഡബിൾ മീനിങ് ഡയലോഗ്സും എന്നൊരു അനിയനാണെന്നുള്ളൊരു വർത്താനം. കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യും. ഇങ്ങനെ ഒരു വിഷയം എന്ന് പറയുമ്പോൾ നമ്മൾ പോസിറ്റീവായി ചെയ്യുന്നത് അത് നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ വരുന്ന സമയത്തുള്ള ഒരു വിഷയം. അത് അഭിനയം മോശം ഞാൻ പറയുന്നില്ല. എന്നോട് ഡയറക്ടർ അടി ഉണ്ടാക്കാൻ അടി ഉണ്ടാക്കും, അഭിനയിക്കാൻ അഭിനയിക്കും. ഏത് റോളും ചെയ്യാൻ ഒരു ആക്ടർ റെഡി ആയിരിക്കണം. പക്ഷെ ഇതൊരു വിവാദമായി ഇങ്ങനെ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർക്ക് ഇത് വിഷമമായിട്ടുണ്ടെങ്കിൽ എന്റെ ഭാഗത്ത് ഞാൻ അതിന് ശ്രദ്ധിച്ചിട്ടല്ല കാരണം ചെയ്യുള്ളൂ, ഞാൻ വാക്ക് തരുന്നു. എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് കറങ്ങി ഞാൻ ചെയ്ത മഹത്തമായ കാര്യം ഞാൻ ഒരിക്കലും പറയുന്നില്ല. ചെയ്തത് അടിപൊളിയാണ്. പക്ഷെ ഇത് പുറത്ത് പോകുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ക്രൂസ് മൊത്തം ശ്രദ്ധിക്കേണ്ടതാണ്, ഇൻക്ലൂഡിങ് ഡയറക്ടർ. അവർ വിളിച്ചിട്ടായിരിക്കില്ല അവർ വന്നിട്ടുണ്ടാവും, ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, ഇപ്പൊ ഈ ഒരു വീഡിയോ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഫാമിലിയിൽ നിന്നുള്ള ഒരു പ്രതികരണം എന്തായിരുന്നു ദാസേട്ടൻ? എന്റെ വൈഫ് എന്നോട് ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ, അപ്പൊ ദാസേട്ടാ നിങ്ങൾ ചെയ്തൊക്കെ ഓക്കെ, പക്ഷെ ഇങ്ങനെയുള്ള ചെയ്യുന്ന സമയത്ത് ഓൺലൈൻ മീഡിയാസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇയാളുടെ വൈഫ്, ഇനി അതെന്താ സ്ഥിതി അറിയില്ല, ഇയാളുടെ വൈഫ് ആ കാര്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കി എന്നൊക്കെ ഒരു വേറെ ന്യൂസ് കേട്ടു കേട്ടോ. അവിടുന്ന് മുന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും, പിന്നെ പല ആൾക്കാർക്ക് പലതും പറയാലോ, അങ്ങനെ കേൾക്കുന്നുണ്ട്. ശേഷം അപ്പോൾ ഇയാളുടെ ഈ എക്സ്പ്ലനേഷൻ കൂടി ആയ സമയത്ത് വിഷയം ഉണ്ട് എന്നുള്ളതാണ്. വിഷയം ഉണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും, അത് ഇല്ലാതിരിക്കില്ല. ഇപ്പൊ ഈ ഒരു വീഡിയോ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഫാമിലിയിൽ നിന്നുള്ള ഒരു പ്രതികരണം എന്തായിരുന്നു ദാസേട്ടൻ? എന്റെ വൈഫ് എന്നോട് ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ, അപ്പൊ ദാസേട്ടാ നിങ്ങൾ ചെയ്തൊക്കെ ഓക്കെ, പക്ഷെ ഇങ്ങനെയുള്ള ചെയ്യുന്ന സമയത്ത് ഓൺലൈൻ മീഡിയാസ് ഒക്കെ വരുന്ന സമയത്ത് ഇവരിങ്ങനെ പുറത്തേക്ക് വിടുമ്പോൾ അതിന് പ്രധാന ഒരു വൈഫ് പറയുന്നത്, രണ്ടാൾക്കാർ തമ്മിലുള്ള ഒരു സീൻ എടുക്കുന്ന സമയത്ത് ഇതിന്റെ അടിയിൽ വരുന്ന നമ്മളെ നരേഷൻ കമന്റുകളല്ല, അതിനെന്താ പറയാ, നരേഷൻ എന്നല്ല പറയാ, ഈ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ നരേഷൻ ഇല്ലേ, ദാസേട്ടൻ രേണുവിന് ഉമ്മ കൊടുത്തു, ദാസേട്ടൻ രേണുവിന്റെ കഴുത്ത് പിടിച്ചു. അത് വളരെ 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 സെൻസിറ്റീവായ കാര്യം. ഞാൻ എല്ലാ ഓൺലൈൻ മീഡിയാസിനും ദയവ് ചെയ്ത് പറയണം, നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ആൽബത്തിന്റെ ഷൂട്ടിനിടയ്ക്ക് ദാസേട്ടനും രേണു സുധി എന്താ കുഴപ്പം? ദാസേട്ടൻ രേണുവിന്റെ കൈ പിടിച്ചു, ദാസേട്ടൻ രേണുവിന്റെ കഴുത്ത് പിടിച്ചു, അങ്ങനത്തെ ചില വാക്കുകൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനത്തെ എഴുതേണ്ട ആൾക്കാരാണ്, അതായത് അങ്ങനത്തെ ആൾക്കാരാണ് അതിൻ്റെ ഫ്രെയിമിൽ വരുന്നതും അതേപോലത്തെ ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരാണെങ്കിൽ തിരക്കിടില്ല. ഇത് ഡബിൾ മീനിങ് പറയാനും ആ ചോദ്യം കേട്ട് കിണിക്കാനും നിൽക്കുന്ന ആൾക്കാരാകുമ്പോൾ സ്വാഭാവികമായിട്ടും മീഡിയ അങ്ങനെ തന്നെ എഴുതുന്നത് ശരിയല്ല. നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് അതിനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി ഇതുപോലത്തെ വ്യക്തികളാണ് ഫ്രെയിമിൽ വരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അത് എഴുതാതിരിക്കില്ല. യെസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് വേറെ ഒരു യൂണിവേഴ്സാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഇങ്ങനെ ചില ആൾക്കാരും നമ്മുടെ നാട്ടിലുണ്ട്, ഇതിനൊക്കെ കാണികളുണ്ട്. എന്ത് പേക്കൂത്തും കാണിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കാം എന്ന് ചിലരുടെ ധാരണ ഉണ്ട്. പക്ഷെ അതൊക്കെ കുറച്ചു കാലത്തേക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിൽ നിന്ന്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതേ സംഭവമാണ് ഇപ്രാവശ്യം മഞ്ജു പത്രോസും പറഞ്ഞിട്ടുള്ളത്. നമുക്ക് പുറകിലൊരു ഫാമിലി ഉണ്ട്, ഒരു മകനുണ്ട്, 10-21 വയസ്സുള്ള ഒരു മകനുണ്ട്. പിന്നെ ചിലപ്പോൾ അവൻ പറഞ്ഞാൽ കേൾക്കുന്നുണ്ടാവില്ലായിരിക്കാം, ഇനി ഒരു മകൻ വളർന്നു വരുന്നുണ്ട്, നമ്മളെ കൂടെ ഉണ്ടായിരുന്നൊരു വ്യക്തി മരിച്ചു പോയിട്ടുണ്ട്, ആ ഐഡൻറ്റിറ്റിയിലാണ് നിൽക്കുന്നത്, വീട്ടിൽ വേറെ ആൾക്കാരുണ്ട്, അവർക്കൊക്കെ നെറ്റി ചുളിക്കേണ്ട രീതിയിലുള്ള ഒരു പരിപാടി ചെയ്യാതിരുന്നാൽ നന്ന്. ഇത്രമാത്രം, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.